നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചങ്ങനാശ്ശേരി മാമൂട് പെട്രോൾ പമ്പിൽ ഗുണ്ടാക്രമണം. പമ്പുടമയടക്കം 2 പേർക്ക് പരിക്ക്. അക്രമി സംഘത്തിലെ 3 പേർ പോലീസ് പിടിയിൽ. മൂവാറ്റുപുഴയിൽ MLAയുടെ നിർദ്ദേശപ്രകാരം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച SIക്ക് സസ്പെൻഷൻ. മൂവാറ്റുപുഴ ട്രാഫിക് SI KP സിദ്ദിഖിനെയാണ് DIG സസ്പെൻഡ് ചെയ്തത്. പണി തീരാത്ത റോഡിന്റെ ഉദ്ഘാടന കർമ്മം അനൌദ്യോഗികമായി നിർവഹിച്ച ചടങ്ങിൽ പങ്കെടുത്തത് ഗുരുതരമായ കൃത്യവിലോപവും അനൌചിത്യവുമെന്ന് DIG. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുരുമുളക് ചെടികൾക്ക് വ്യാപകമായ നാശം. മഞ്ഞളിപ്പ് രോഗം ബാധിച്ച നിരവധി കർഷകരുടെ കുരുമുളക് ചെടികൾ നശിച്ചു. അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്ന് കർഷകരുടെ പരാതി. ചങ്ങനാശ്ശേരി മാമൂട് പെട്രോൾ പമ്പിൽ ഗുണ്ട ആക്രമണം. പമ്പ് ഉടമയടക്കം 2 പേർക്ക് പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി 9:45 സംഭവം. അക്രമത്തിൽ പമ്പുടമ ദിലീപ്, ജീവനക്കാരൻ ഉദയഭാനു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി സംഘത്തിലെ 3 പേരെ തൃക്കൊടിത്താനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ MJ അരുണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. മാമൂട് സ്വദേശികളായ വിജയ്, അജിൽ കുമാർ, ബിബിൻ എന്നിവരാണ് പിടിയിലായത്. മൂവാറ്റുപുഴയിൽ ടാറിംഗ് പൂർത്തിയാക്കിയ റോഡിന്റെ ഉദ്ഘാടനം MLAയുടെ നിർദ്ദേശപ്രകാരം നിർവഹിച്ച SIക്ക് സസ്പെൻഷൻ. മൂവാറ്റുപുഴ ട്രാഫിക് SI KP സിദ്ദിഖിനെയാണ് DIG S സതീഷ് ബിനോ സസ്പെൻഡ് ചെയ്തത്. CPM ഏരിയ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പണി തീരാത്ത റോഡിന്റെ ഉദ്ഘാടന കർമ്മം അനൌദ്യോഗികമായി നിർവഹിച്ച ചടങ്ങിൽ പങ്കെടുത്തത് ഗുരുതരമായ കൃത്യവിലോപവും അനൌചിത്യവും അച്ചടക്ക ലംഘനവുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സിദ്ദിഖിനെതിരെ നടപടി. നഗരവികസന പദ്ധതിയുടെ ഭാഗമായി 151 ദിവസമായി അടച്ചിട്ടിരുന്ന നഗരത്തിലെ MC റോഡ് ടാറിംഗ് പൂർത്തിയാക്കിയ ശേഷം 12-ന് വാഹനങ്ങൾക്കായി തുറന്നു നൽകിയിരുന്നു. മാത്യു കുഴൽനാടൻ MLA, നഗരസഭാ ചെയർമാൻ PP എൽദോസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ട്രാഫിക് SI ആയ KP സിദ്ദിഖാണ് നാട് മുറിച്ച് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ഈ സമയത്ത് ഇവിടെയുണ്ടായിരുന്ന KP സിദ്ദിഖിനെ മാത്യു കുഴൽനാടൻ MLA നാട് മുറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുകയായിരുന്നു. സർക്കാരിൻ്റെ അനുമതിയില്ലാതെയും പണി പൂർത്തീകരിക്കാതെയും റോഡ് തുറന്നുകൊടുത്തത് വലിയ ചട്ടലംഘനമായി ആക്ഷേപമുയരുകയും ട്രാഫിക് SI മേലധികാരികളുടെ അനുമതിയില്ലാതെ ചട്ടവിരുദ്ധമായി ഉദ്ഘാടനം നിർവഹിച്ചത് വലിയ ആക്ഷേപങ്ങൾക്കും പ്രതിഷേധത്തിനും കാരണവുമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് സസ്പെൻഷൻ എന്നാണ് DIGയുടെ ഉത്തരവ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കുരുമുളക് ചെടികൾക്ക് വ്യാപകമായ നാശം. മഞ്ഞളിപ്പ് രോഗം ബാധിച്ച നിരവധി കർഷകരുടെ കുരുമുളക് ചെടികളാണ് നശിക്കുന്നത്. രോഗം ബാധിച്ച ചെടികൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണങ്ങിപ്പോവുകയും ചെയ്യും. അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയുമില്ലെന്നാണ് കർഷകരുടെ പരാതി. മലയോര കർഷകരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് കുരുമുളക്. ഇടുക്കിയിലെ കുരുമുളകിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ മതിപ്പുണ്ട്. എന്നാൽ അടുത്തിടെയായി കാലാവസ്ഥാ വ്യതിയാനം കുരുമുളക് ചെടികൾക്ക് വലിയ നാശം വരുത്തിയിട്ടുണ്ട്. മഞ്ഞളിപ്പ് രോഗം ബാധിച്ച് ചെടികൾ ഉണങ്ങിപ്പോകുന്നതാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. ഈ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം അതിശൈത്യമാണ് ഉണ്ടായത്. അതിശൈത്യം എന്ന് പറഞ്ഞാൽ കൃത്യം 45 ദിവസം മുൻപേ കാലവർഷം തുടങ്ങി. അങ്ങനെ വളരെ സെൻസിറ്റീവായ ചെടിയാണ് കുരുമുളക്. ഈ കുരുമുളക് ചെടിക്ക് ഓൾ ഓവർ ദി വേൾഡിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി കേന്ദ്രീകൃതമായിട്ടുള്ളത് തോപ്രാംകുടി ഭാഗത്ത്. ഇപ്പോൾ ഇടുക്കി ബ്ലോക്കിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലൊക്കെ വ്യാപകമായി 100 തുലാമൊക്കെ കുരുമുളക് പറിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് മഞ്ഞളിപ്പും വാട്ടരോഗവും ഉണ്ടായി, ദ്രുതപാട്ടം ഉണ്ടായി, വലിയ ഭീഷണിയിലാണ്. അടിയന്തരമായി ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഈ കർഷകർക്കുണ്ടായിട്ടുള്ള ഈ പ്രതിസന്ധി, ഈ കുരുമുളക് കൃഷിക്കുണ്ടായിരിക്കുന്ന വലിയ അപകടം കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കൃഷിഭവനും ഒക്കെ അടിയന്തരമായി ഇടപെടുകയും പൈറ്റത്തോറ കുമിളിനും നിമവരയ്ക്കുമൊക്കെ എതിരായി ഈ ശാശ്വതമായൊരു പരിഹാരം കണ്ടുപിടിക്കുന്നതിനുള്ള അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഈ കർഷകരൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരും. മഞ്ഞളിപ്പ് ബാധിക്കുന്നതോടൊപ്പം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇല കൊഴിഞ്ഞ് തണ്ടുകളും ഉണങ്ങിപ്പോകും. രോഗം ബാധിച്ച ചെടികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും നശിക്കും. നിറയെ കായ്ഫലമുള്ള ചെടികളിൽ നിന്നും പാകമെത്താത്ത കുരുമുളക് തിരികൾ അടർന്നു വീഴും. രോഗബാധ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ കർഷകർ പലരും കൃഷിഭവനിൽ അറിയിച്ചെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല. ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നും കുരുമുളക് കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ദൃശ്യ ന്യൂസ്, ഇടുക്കി. സംസ്ഥാനത്ത് പോലീസ് മർദ്ദനം വർദ്ധിക്കുന്നുവെന്നാരോപിച്ച് BJP ചങ്ങനാശ്ശേരി, മാടപ്പള്ളി, പുതുപ്പള്ളി സംഘടനാ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി DYSP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പെരുന്ന BJP ഓഫീസിന് മുൻപിൽ പ്രകടനം ആരംഭിച്ചു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ
വി മനുപ്രസാദ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കൊള്ളസങ്കേതങ്ങളായി മാറുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണകൂടത്തിൻ്റെ തെറ്റായ പ്രവണതകളാണ് പോലീസ് സ്റ്റേഷനിലും നടക്കുന്നതെന്നും മനുപ്രസാദ് പറഞ്ഞു. BJP ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഗോപൻ മണിമുറി അധ്യക്ഷത വഹിച്ചു. കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി ജയപ്രകാശ് പകത്താനം, മണ്ഡലം പ്രസിഡന്റുമാരായ വിനീഷ് വിജയനാഥ്, ടിൻഡു മനോജ്, മേഖലാ ഉപാധ്യക്ഷന്മാരായ PD രവീന്ദ്രൻ, NP കൃഷ്ണകുമാർ നീറിക്കാട്, രവീന്ദ്രൻ വാകത്താനം, BR മഞ്ജീഷ്, മഞ്ജു KN, A മനോജ്, CR രാധാകൃഷ്ണൻ, രതീഷ് ചെങ്കിലത്ത്, ശൈലമ്മ രാജപ്പൻ, KR പ്രദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭരണകൂടത്തിന്റെ പിടിപ്പുകേട് കൊണ്ട്, കെടുകാര്യസ്ഥതയുടെ സമീപനം കൊണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ പലതും ജനമൈത്രി എന്ന് പോയിട്ട് ജനങ്ങൾക്ക് അവിടെ പോകാൻ പോലും പറ്റാത്ത കൊള്ളസങ്കേതങ്ങളുടെ ഇടങ്ങളായി മാറുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നന്നായി പഠിച്ച് കാക്കിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥരായി വരുന്ന പലർക്കും പിന്നീട് അവരുടെ ജോലി ഭംഗിയായി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഭരണകൂടത്തിന്റെ വലിയ തോതിലുള്ള ഇടപെടലുകളുണ്ട്. ചില പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തിന്റെ ഇടപെടലുകളും ഭരണസ്വാധീനവും ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റുകളൊക്കെ തിരുത്തി ക്രമക്കേടുകളൊക്കെ നടത്തി PSCയിൽ ഇടം പിടിച്ച് പോലീസ് സേനയുടെ ഭാഗമായ ചിലരൊക്കെ പിന്നീട് ആ പിണറായി വിജയന്റെയും ഭരണകൂടത്തിന്റെയും ദാസവേല ചെയ്യുന്ന, കൂലിപ്പണിക്ക് പോകുന്ന സമൂഹത്തെക്കാൾ അപമാനിക്കും വിധമുള്ള പ്രവർത്തനം ചെയ്യുന്ന കൂട്ടരായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലൊരു അടിമവേല പിണറായി വിജയനോട് ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ല. സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ലക്ഷ്യബോധമുള്ള തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് YMCA മുൻ ദേശീയ പ്രസിഡന്റ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി. YMCA തിരുവല്ല സബ് റീജിയൻ സംഘടിപ്പിച്ച മെറിറ്റ് ഈവനിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. അപരനെ കരുതുന്ന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളൂവെന്നും ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി പറഞ്ഞു. കാലഘട്ടത്തിലെ വെല്ലുവിളികളെയും അപായങ്ങളെയും നേരിടുവാനും അതിജീവിക്കുവാനുമുള്ള തിരിച്ചറിവും കരുത്തും യുവതലമുറ വിദ്യാഭ്യാസത്തിലൂടെ നേടണമെന്നും അദ്ദേഹം പറഞ്ഞു. YMCA തിരുവല്ല സബ് റീജിയൻ ചെയർമാൻ ജോജി P. തോമസ് അധ്യക്ഷനായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ അങ്കമാലി ഭദ്രാസനാധിപൻ യുഹാനോന്മാർ പോളികാർപ്പോസ് മെത്രാപ്പൊലിത്ത അനുഗ്രഹ പ്രഭാഷണവും മർത്തോമ സഭ വികാരി ജനറൽ റവറൻ ജോർജ് മാത്യു മുഖ്യപ്രഭാഷണവും നടത്തി. മുൻ റീജിയണൽ ചെയർമാൻ അഡ്വക്കേറ്റ് VC സാബു, റീജിയണൽ യൂത്ത് വർക്ക് കമ്മിറ്റി ചെയർമാൻ ലിനോജ് ചാക്കോ, മധ്യമേഖല കോർഡിനേറ്റർ എബി ജേക്കബ്, സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജോസഫ് നെല്ലാനിക്കൻ, ജോ ഇലഞ്ഞിമൂട്ടിൽ, ജനറൽ കൺവീനർ സുനിൽ മറ്റത്ത്, വൈസ് ചെയർമാൻമാരായ തോമസ് വി ജോൺ, അഡ്വക്കേറ്റ് നിധിൻ കടവിൽ, പ്രോഗ്രാം കൺവീനർ സജി മാമ്പ്രക്കുഴിയിൽ, വർഗീസ് ടി മങ്ങാട്, ജൂബി ജോൺ, KC മാത്യു, അഡ്വക്കേറ്റ് MB നൈനാൻ, തിരുവല്ല YMCA വൈസ് പ്രസിഡന്റ് ജേക്കബ് വർഗീസ്, കുര്യൻ ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. YMCA ദേശീയ സമിതിയുടെ വില്യം മോർട്ട് അവാർഡ് ജേതാവ് ഡോക്ടർ M. ജോസഫ് ചാക്കോ, അധ്യാപകനായി 50 വർഷം പൂർത്തീകരിച്ച മുൻ സബ് റീജിയൻ ചെയർമാൻ ഡോക്ടർ PC വർഗീസ് എന്നിവർക്ക് സബ് റീജിയന്റെ ആദരവ് സമർപ്പിച്ചു. 10ാം ക്ലാസ് മുതൽ ഉന്നത വിജയം കൈവരിച്ച YMCA കുടുംബാംഗങ്ങളെയും കലാകായിക രംഗത്ത് മികവ് പുലർത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു. Justin Chuck, Mega Social Movement, 10th class all papers, സബ് റീജിയൻ ഗായക സംഘം ഗാനാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.
ശോഭായാത്രയോടെ നാടെങ്ങും ജന്മാഷ്ടമി ആഘോഷിച്ചു. വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ കറുകച്ചാലിൽ സംഘടിപ്പിച്ച ശോഭായാത്ര മഹാശോഭയാത്രയായി നെത്തല്ലൂർ ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും വീഥികളെ മറ്റൊരു അമ്പാടിയാക്കി മാറ്റി. കാർമേഘവർണ്ണന്റെ ജന്മദിനത്തിൽ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നഗരവീഥികളിൽ അഴകോടെ നിരന്നു. പീലിത്തിളക്കമുള്ള കണ്ണുകളിൽ കൗതുകം നിറച്ച് ഉണ്ണിക്കണ്ണന്മാർ നടന്നു നീങ്ങുന്നത് കാണാൻ വഴിയോരത്ത് ജനം കാത്തുനിന്നു. കറുകച്ചാൽ നഗരത്തെ മറ്റൊരു അമ്പാടിയാക്കി ബാലഗോകുലം ഒരുക്കിയ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര. വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശോഭയാത്രയ്ക്ക് ശ്രീകൃഷ്ണ രാധാവേഷങ്ങൾ, മറ്റു വിവിധ വേഷങ്ങൾ, വാദ്യമേളങ്ങൾ, ഗോപികാ നൃത്തം, ഭജന തുടങ്ങിയവ പകിട്ട് പകർന്നു. പുരാണകഥകൾ പ്രമേയമാക്കിയ നിശ്ചല ദൃശ്യങ്ങൾ യാത്രയെ കമനീയമാക്കി. വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ആരംഭിച്ച ശോഭയാത്ര കറുകച്ചാലിൽ സംഗമിച്ചു. തുടർന്ന് മഹാശോഭയാത്ര ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ KG പ്രമോദ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചന നടക്കുകയാണ്. ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ MP ജയൻ ജന്മാഷ്ടമി സന്ദേശം നൽകി. ബാലഗോകുലം ഓരോ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചും ഒരു ധ്യേയവാക്യം പൊതുസമാജത്തിലേക്ക് വെക്കാറുണ്ട്. ഈ വർഷത്തെ ആ വാക്യം ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ എന്നുള്ളതാണ്. ഗ്രാമം തണലൊരുക്കി വേണം ബാല്യത്തെ സഫലമാവാൻ എന്നുള്ള ഒരു സങ്കല്പമാണ് ഈ വർഷം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാളിന്തി ആറ്റിൻകരയിൽ കണ്ണിൻ അമൃതധാരയായി പരപ്പിലുണ്ടൊരാരോമൽ പച്ചപ്പുൽ തകിടിപ്പുറം. ഉള്ളൂരിൻ്റെ ഈ വരികളിൽ തന്നെ ഗ്രാമത്തിൻ്റെ ആ വസന്തത്തിൽ പച്ചപ്പുൽ തകിടിപ്പുറത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചു വീഴുന്ന ആ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. മഥുരാപുരിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത്. തുടർന്ന് മഹാശോഭയാത്ര നെത്തല്ലൂർ ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു.
ആഘോഷ പ്രമുഖരായ അഭിരാം, അഖിൽ, എസ് ദീപക് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കങ്ങഴ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശോഭായാത്ര പത്തനാട് ജംഗ്ഷനിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി പത്തനാട് ദേവീക്ഷേത്രത്തിൽ സമാപിച്ചു. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും നിരത്തുകളെ അമ്പാടിയാക്കി മാറ്റിയപ്പോൾ ശോഭയാത്ര കാണുവാൻ നിരവധി പേർ എത്തി. നിശ്ചല ദൃശ്യങ്ങളും ഗോപിക നൃത്തവും ശോഭായാത്രയ്ക്ക് മിഴിവേകി. കറുകച്ചാൽ ചമ്പക്കര കുന്നപ്പള്ളിൽ കുടുംബയോഗം വാർഷികാഘോഷം കുടുംബങ്ങളുടെ ഒത്തുചേരലായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കര കുന്നപ്പള്ളിൽ കുടുംബയോഗത്തിന്റെ 19ാമത് വാർഷികാഘോഷത്തിന് നെത്തിലൂർ കാർത്തിക ഓഡിറ്റോറിയമാണ് വേദിയായത്. കുടുംബയോഗം രക്ഷാധികാരി പി വി ജനാർദ്ദനൻ നായർ പതാക ഉയർത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കുടുംബയോഗം പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ നായർ അധ്യക്ഷനായിരുന്നു. എഴുത്തുകാരിയും നിരൂപകയും പ്രഭാഷകയുമായ ഡോക്ടർ എസ് ശാരദകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. കുടുംബയോഗം കമ്മിറ്റി അംഗം സുരേന്ദ്രബാബു അഞ്ചാനി പൂർവികരെ അനുസ്മരിച്ചു. സെക്രട്ടറി ടി എൻ കൃഷ്ണൻകുട്ടി നായർ, കമ്മിറ്റി അംഗങ്ങളായ നാരായണക്കുറുപ്പ്, രാജൻ മേടക്കൽ, ജയകുമാർ, ശശി കറ്റുവട്ടി, സി മനോജ്, വി കെ ശ്രീനിവാസൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഒപ്പം പ്രതിഭകളെയും 80 കഴിഞ്ഞ വയോധികരെയും കർഷകരെയും ആദരിച്ചു. നവദമ്പതികളെ അനുമോദിച്ചു. കുടുംബയോഗം വാർഷിക പൊതുയോഗത്തിൽ പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ നായർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ടി എൻ കൃഷ്ണൻകുട്ടി നായർ റിപ്പോർട്ടും ട്രഷറർ പ്രമോദ് കുമാർ കണിയാമ്പറമ്പിൽ കണക്കും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറിമാരായ ജഗദീശൻ വിലങ്ങുപാറയിൽ, ജയകുമാർ പെരുമ്പേറ്റ്, വൈസ് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ, ജോയിന്റ് സെക്രട്ടറിമാരായ ജഗദീശൻ വിലങ്ങുപാറയിൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കാറ്റിലൽപ്പമിളകുന്നതെങ്കിലും തോറ്റുപോകാതെ വീണുടയാതെയും കാത്തിടുന്നുണ്ടതിനെ പഴയതാം പൂർത്തൊരാണിത്തുണപ്പിൻ മനോബലം. Good
ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. എരുമേലി നിർദ്ദിഷ്ട ശബരി എയർപോർട്ട് നിർമ്മാണത്തിന് മുന്നോടിയായി മണിമല വില്ലേജ് പരിധിയിൽ ചെറുവള്ളി എസ്റ്റേറ്റ് വക ഒഴികെ മറ്റ് വ്യക്തികളുടെ സ്ഥലം സർവേ പൂർത്തിയായി. ഇതൊഴികെ മണിമല വില്ലേജിൽ സ്വകാര്യ വ്യക്തികളുടെ 15 ഹെക്ടറിൻ്റെ സർവേയാണ് പൂർത്തിയായത്. ഇതിൻ്റെ റിപ്പോർട്ട് റവന്യൂ വകുപ്പിന് കൈമാറി. ബിലീവേഴ്സ് ചർച്ചിന് കീഴിൽ അയന ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത സംബന്ധിച്ച് സർക്കാരുമായുള്ള കേസിന് തീരുമാനമാകാതെ അവിടെ സർവേ നടക്കില്ല. എന്നാൽ എരുമേലി തെക്ക് വില്ലേജിൽ സ്വകാര്യ വ്യക്തികളുടെ 20 ഹെക്ടറിലെ സർവേ കഴിഞ്ഞു. എരുമേലി തെക്ക് വില്ലേജ് പരിധിയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് സർവേയും കേസിൽ തീരുമാനമുണ്ടാകാതെ നടക്കില്ല. കേസിന് തീരുമാനമുണ്ടായാലും ചെറുവള്ളി എസ്റ്റേറ്റിലെ മരങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവയുടെ എണ്ണം തിട്ടപ്പെടുത്തി വേണം നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ. എരുമേലി തെക്ക് മണിമല വില്ലേജുകളിൽ നിന്ന് 1039.876 ഹെക്ടറാണ് വിമാനത്താവളത്തിന് ഏറ്റെടുക്കുന്നത്. ജീവനക്കാരുടെ കുറവും പ്രതികൂല കാലാവസ്ഥയും മൂലം സർവേ പ്രതീക്ഷിച്ച വേഗത്തിൽ മുന്നോട്ടു പോകുന്നില്ല. സർവേ പൂർത്തിയായ ശേഷം ഏറ്റെടുക്കുന്ന ഭൂമിയിൽ മരങ്ങളുടെ മൂല്യം സോഷ്യൽ ഫോറസ്ട്രി വകുപ്പും കെട്ടിടങ്ങളുടേത് പൊതുമരാമത്തും ഭൂമി വില റവന്യൂ വകുപ്പും നിശ്ചയിക്കണം. ബിലീവേഴ്സ് ചർച്ചും സർക്കാരും തമ്മിൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് ധാരണയിലാകുകയോ മൂല്യവില നിശ്ചയിച്ച ശേഷം നഷ്ടപരിഹാരം കോടതിയിൽ കെട്ടിവെച്ച് സ്ഥലം ഏറ്റെടുക്കുകയോ ചെയ്താൽ മാത്രമേ പദ്ധതിക്ക് വേഗതയുണ്ടാകൂ. ഇതിനൊപ്പം സ്ഥലം വിട്ടുകൊടുക്കുന്നവർക്ക് നഷ്ടപരിഹാരം, എസ്റ്റേറ്റ് തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും പുനരധിവാസം തുടങ്ങിയ നടപടികളും നടപ്പാകണം. വിമാനത്താവളം നിർമ്മാണത്തിന് കേന്ദ്ര പരിസ്ഥിതി, വനം, വ്യോമയാന വകുപ്പുകളുടെ പരിശോധനയും അനുമതിയും ബാക്കിയുണ്ട്. ന്യൂസ് ബ്യൂറോ, എരുമേലി. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നാടും നഗരവും ഒരേപോലെ തന്നെ ഉത്സവ പ്രതീതി നിറഞ്ഞ അന്തരീക്ഷത്തിൽ ശോഭായാത്ര നടന്നു. കടുത്തുരുത്തി, പെരുവ, കാരിക്കോട്, തലയോലപ്പറമ്പ്, മാഞ്ഞൂർ, വൈക്കം ഉൾപ്പെടെ നിരവധി ക്ഷേത്രത്തിൽ നിന്നും ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ മഹാശോഭയാത്ര സംഘടിപ്പിച്ചു. താളമേള അകമ്പടിയോടെ ഓടക്കുഴൽ പിടിച്ച ഉണ്ണിക്കണ്ണന്മാർ നിരത്തുകളിൽ നിറഞ്ഞാടുകയും ഒപ്പം തോഴിമാരും അവരുടെ മാതാപിതാക്കളും ഭക്തിപൂർവ്വം ശ്രീകൃഷ്ണ ധ്വനികൾ ചൊല്ലിയത് വാനിൽ ഉയർന്നു കേട്ടു. ശ്രീ സരസ്വതി ബാലഗോകുലം ഇറുമ്പയത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നാടെങ്ങും ഉത്സവ പ്രതീതി ജനിപ്പിച്ചു. ഇറുമ്പയം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപം പകർന്നു നൽകി. ദീപാരാധനയോടെ ഇറുമ്പയം ശ്രീ പെരുന്തിട്ട് മഹാദേവ ക്ഷേത്രത്തിൽ വിവിധങ്ങളായ കലാപരിപാടി നടന്നു. PG ബിജുകുമാർ ശ്രീകൃഷ്ണ സന്ദേശം നൽകി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.